ഇത് ബാബുരാജിന്റെ കൊട്ടേഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പം അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത്. ഓപ്പറേഷൻ പാളിപ്പോയി. കിടപ്പറ രംഗം ഉണ്ടെങ്കിൽ രണ്ടുപേരുണ്ടാവണമല്ലോ ഇതിനകത്ത്, രണ്ടുപേരുണ്ടാവണം. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന അവസ്ഥയിലാണ്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള 20ഓളം പോൺ സൈറ്റുകളുടെ ലിങ്ക് എടുത്താണ് ഈ മണ്ടം കൊടുത്തേക്കുന്നത്. കാണാത്തവരുമാണ് ഈ 60 വയസ്സിലും 70 വയസ്സിലും ബസ്സിൽ കയറിയിട്ട് പിള്ളേരെ തൊണ്ടാൻ പോകുന്നത്. വൃത്തികെട്ട സദാചാര സങ്കല്പങ്ങളുണ്ട്. എന്നാലും ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണി ചോദിച്ച് വാങ്ങിച്ച് ഇവനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ദേവൻ പിന്മാറാൻ വരെ സാധ്യത ഇതിനകത്ത് തെളിയുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. 32 വർഷമായിട്ട് മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നത്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി തന്നെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വനിത താരം കൂടിയാണ്. അപ്പോൾ ഇവർക്കെതിരെ ഇന്നലെ രാവിലെ മുതൽ നമുക്ക് ആ പദം പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് കേസെടുത്തു എന്നുള്ള രീതിയിൽ, അതും ഏതോ ഒരു മത്തങ്ങ മോറിന്റെ ഇത് കേട്ടിട്ടുണ്ട്. ഈ കഥാപാത്രത്തെ എനിക്ക് പരിചയമുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളുടെ സ്റ്റുഡിയോ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്ന സമയത്ത് അവിടെ ക്യാമറയും തൂക്കി വന്ന് അർണാബ് ഗോപസ്വാമിയുടെ മാതിരി, അതിനുശേഷം പിന്നീട് അയാൾ ആ രീതിയിൽ അയാൾക്കിട്ട് വാർത്ത അടിച്ചിട്ടുണ്ട്. വന്നു നിൽക്കുന്ന ഈ ഒരു മുഖത്തെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവനൊക്കെ എന്തിന്റെ പ്രശ്നമാണ്? എന്നിട്ട് കഴപ്പാന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അങ്ങോട്ട് പറഞ്ഞില്ലത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ചെറുപ്പക്കാരൻ ആ പേരിലുണ്ട്. ഇപ്പൊ മട്ടാഞ്ചേരി മാർട്ടിൻ എന്തൊക്കെ പറഞ്ഞാലും പുകയടിക്കുന്നുള്ള അവൻ വളരെ സാത്വികമായി കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് പറയുന്നത്. നിങ്ങൾ ചീര തിന്നാറില്ലേ, ഇത് പച്ചക്കറിയാ, ഇത് വെജിറ്റബിളാ എന്ന് പറഞ്ഞിട്ടാണ് കഞ്ചാവ് വലിക്കുന്നതിനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ നല്ല ഒരു ഫിലോസഫറാണ്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ല ചെറുപ്പക്കാരനാണ്. ഈ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി അങ്ങനെ പറ്റിപ്പോയെന്നുള്ളൂ. അവൻ ആ മട്ടാഞ്ചേരി മാർട്ടിൻ്റെ പേരുള്ള ഈ ഊള ഇപ്പോൾ കാരണം വെച്ചാൽ ആ വെറും ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണ്. അങ്ങനെ തന്നെ പറയണം. ശ്വേതാ മേനോനെതിരെ ആദ്യം ഞാനും കരുതി പോൺ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ശ്വേതാ മേനോൻ പോൺ വീഡിയോയിൽ അഭിനയിച്ച് പോയിട്ടുണ്ടോന്ന് ഞാൻ സത്യമായിട്ട് തിരിച്ചു പോയി. ബ്ലൂ ഫിലിം വന്ന് വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോഴല്ലേ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്നുള്ള ആ സിനിമയാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. പാലേരി മാണിക്യം സിനിമ രതി നിർവേദം മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയാണ് രതി നിർവേദം. അതെ, രതി നിർവേദത്തിന്റെ 1-ാം പതിപ്പെന്ന് പറയുന്ന 1978 പത്മരാജന്റെ സ്ക്രിപ്റ്റിൽ ഭരതൻ സംവിധാനം ചെയ്ത ജയഭാരതി നായികയായിട്ടും കൃഷ്ണചന്ദ്രൻ അല്ലേ, കൃഷ്ണചന്ദ്രൻ എന്നാണ് തോന്നുന്നു, പാട്ടുകാരനാണ്. ഇപ്പോൾ ബാലതാരം പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ആ സിനിമയ്ക്കകത്തുള്ള അത്രയും പോലും ഇന്റിമേറ്റ് സീൻസ് പുതിയ പതിപ്പിനകത്തില്ല. പുതിയ പതിപ്പെന്ന് പറയുമ്പം അത് ടി.കെ. രാജീവ് കുമാറാണ് സംവിധാനം ചെയ്തത്. അതിനകത്ത് 2011 ടി.കെ. രാജീവ് കുമാർ ആണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്തത്. അതിനകത്ത് ശ്വേതാ മേനോൻ വരുന്നു. അതിനകത്ത് കഥാപാത്രമായിട്ട് മറ്റേത് വേറൊരു പുതിയ പയ്യൻ വരുന്നു. ശ്വേതാ മേനോൻ ആ സിനിമയ്ക്കകത്ത് വന്നപ്പോൾ ആ സിനിമ നല്ല ഭംഗിയുള്ള സിനിമയല്ലേ. ആ സിനിമയ്ക്കകത്ത് അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ അവർ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫഹദും രമ്യ നമ്പീശനും കൂടെയുള്ള ലിപ് ലോക്ക് സീൻ മറ്റേ സിനിമയ്ക്കകത്ത് തോന്നുന്നു. ഭഗത് രമ്യ നമ്പീശനും മാത്രമാണോ? എത്രയോ പ്രമുഖ സിനിമാ താരങ്ങൾ തമ്മിൽ, ടൊവിനോ തോമസ്, വേറെ എത്രയോ പേരുണ്ട്. വേണ്ട, മമ്മൂട്ടിയുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻ. ഇപ്പൊ പുള്ളി അങ്ങനത്തെ സീനുകൾ അഭിനയിക്കാറില്ല. തുടക്കകാലത്ത് സീൻസ് മോഹൻലാലിന്റെ പ്രധാനപ്പെട്ട തന്മാത്ര സിനിമയ്ക്കകത്ത് സിനിമയല്ലേ ഇത്. ആ സിനിമ പണ്ട് ഏപ്പടങ്ങളിലൊക്കെ, അതായത് അഡൾട്ടുള്ളി സിനിമകളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ അവിടെ നിന്ന് ലേശം സാരി ഇങ്ങോട്ടും മേളിലേക്ക് കയറി കഴിഞ്ഞാൽ അതെന്തോ ഭയങ്കര പാതകമാണെന്ന് കരുതിയിരുന്ന ഒരു സിനിമാ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും വളർച്ച പ്രാപിക്കാത്ത ഒരു കുഞ്ഞു മന്ദബുദ്ധിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇത് മന്ദബുദ്ധിയായിട്ടല്ല, ഇത് കൊട്ടേഷനാണ്. ഇത് ബാബുരാജിന്റെ കൊട്ടേഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിന്റെ മൊത്തം കാര്യങ്ങൾ ഓരോരുത്തരും ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പം അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത്. ഓപ്പറേഷൻ പാളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ രംഗത്തിറക്കി കളിയൊക്കെ കളിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ പങ്കുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല ബാബുരാജിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള ഒരു കീടത്തെയൊക്കെ ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ കരുതിയിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ കക്ഷിയെക്കുറിച്ച് വേറെ ഇന്നിപ്പോ ഒരു പെൺകുട്ടി, പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവനെതിരെ ആരോപണവുമായിട്ട് ന്യൂസ് 18 അപർണയുടെ പ്രോഗ്രാമിനകത്ത് കമന്റ് ഒരു പെൺകുട്ടി ഇവനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. ഇവനൊരു മാധ്യമ പ്രവർത്തകനാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ പ്രവർത്തിച്ച മാധ്യമത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. ആ മാധ്യമക്കാർ പോലും അവനെ ഒഴിവാക്കി എന്ന് പറയുമ്പം അതായത് ആ മാധ്യമത്തിനകത്ത് നിന്നിട്ട് ആ മാധ്യമത്തിന്റെ മാനേജ്മെന്റിനെ വഞ്ചിച്ചുകൊണ്ട് ഇവൻ വേറെ രീതിയിൽ ആ മാധ്യമത്തിന്റെ ചീത്തപ്പേരുണ്ടാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ട്. അല്ല, ഇത് കൂടാണ്ടുണ്ടല്ലോ കേരളത്തിലെ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട പോലീസുമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊരു കാര്യമുണ്ട്. ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ മീഡിയയുടെ പേരിലും പ്രസിന്റെ പേരിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് അസോസിയേഷനുകളുണ്ട്. അങ്ങനെയുള്ള ഒരു അസോസിയേഷന്റെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഇവൻ. കാര്യം അതാണ്, ദേശീയ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ കക്ഷി പല ആളുകൾക്കെതിരെയും കൂടെ പരാതി കൊടുക്കുന്ന സമയത്തൊക്കെ എന്താ നാഷണൽ പ്രസ് അസോസിയേഷനോ അങ്ങനെ എന്തോ ഒരു സംഘടനയുണ്ട്. 7 പേരുണ്ടെങ്കിൽ ആർക്കും എവിടെയും പോയിട്ട് സംഘടന രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് അത് നാഷണൽ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് നടക്കുന്ന ഒരു കക്ഷിയാണെന്ന് ഇയാള്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ മറ്റേ സിനിമ ഇറങ്ങുന്നത്, ഈ ആരോപിക്കപ്പെട്ട ഈ സിനിമ വരുന്നത് പാലേരി മാണിക്യമാണ്. പാലേരി മാണിക്യം എന്ന് പറയുമ്പം രഞ്ജിത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ ആലോചിച്ച് നോക്കണം. ശ്വേതാ മേനോന്റെ ഒരു ബിസിന്ധിയായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ തന്നെ ശ്വേതാ മേനോൻ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്ദരിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും ഒരു സ്ത്രൈണതയേക്കാൾ കൂടുതൽ പുരുഷഭാവം കൂടുതലുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ കാഴ്ചയ്ക്കകത്ത്. അങ്ങനെയുള്ള, അതായത് കാണുമ്പോൾ അവരുടെ സംസാരത്തിനകത്ത്, വോയിസിനകത്ത്, അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിനകത്തും ഒക്കെ ആ ഒരു ആകാരം അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ വളരെ അതിസുന്ദരിയായിട്ട് അതിനകത്ത് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് സംവിധായകൻ്റെ മിടുക്കാണ്, അത് ശ്വേതാ മേനോൻ്റെ അഭിനയശേഷിയാണ്. അത് മാത്രമല്ല ഇതിനകത്ത് മൈഥിലിയുടെ സീനുണ്ട്, ഒക്കെയുണ്ട്. മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ചാണ്, ഹാജിയാരായിട്ട് അഭിനയിക്കുന്നു, പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് പിന്നീട് മകൻ്റെ റോളിൽ വരുന്നു. ആ സിനിമയ്ക്കകത്തൊരു ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു ക്ലാസിക് സിനിമകളിലൊന്നാണ്. രഞ്ജിത്തിൻ്റെ സിനിമകളൊന്നും മോശമൊന്നുമില്ല. രഞ്ജിത്ത് ബാക്കിയുള്ള വിഷയങ്ങൾക്കകത്തൊക്കെ പെട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഈ സിനിമയ്ക്കകത്ത് ഇവൻ ഇത് മാത്രം കിടപ്പറ രംഗം ഉണ്ടെങ്കിൽ 2 പേരും ഉണ്ടാവണമല്ലോ ഇതിനകത്ത്. 2 പേരും ഉണ്ടാവണം. അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇതിനകത്ത് ഇത് ബ്ലാക്ക് മെയിലിങ്ങിനും പിന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടാനും ഒക്കെ ഉള്ളതാണ്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന അവസ്ഥയിലാണ്. ഇവൻ ഭൂലോക ഫ്രോഡാണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പക്ഷേ പരസ്പരം അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഉടായ്പ കാണിച്ച് എന്നെ പറ്റിച്ചു. ഞാനത് കരുതിയാണോളാന്ന് കണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് കണ്ട് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുക. സാധാരണ മനുഷ്യർ അങ്ങനെയാണല്ലോ. ഇതിന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവൻ്റെ റേഞ്ച് എന്താണെന്നും അറിയത്തില്ല. സിബിക്കും സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, സിബിയും ഉണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനൊരു വിഷയം റൈസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ആലോചിച്ചു, എനിക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. എക്സാമ്പിൾ പറയുക, സിബിക്കും സെയിം അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് നോക്കിക്കോ. അത് മറ്റു മാധ്യമ പ്രവർത്തകന്റെ സ്റ്റുഡിയോ റേഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത്, അതായത് സമാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ സ്റ്റുഡിയോ റീഡല്ല, ജസ്റ്റ് ഒരു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പോലീസ് അവിടെ വരുന്നു. ആ സമയത്ത് അത് വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും മൈക്കുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതെന്തൊരു മര്യാദ. അടിയിട്ടെന്നെ കുഴപ്പം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് കൂട്ടിയോ. ഞാനത് ആരോടും പറയുന്നില്ല. സിബിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് കൂട്ടും, സിബി ആരോടും പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു വിഷയം വരുമ്പം എല്ലാവരും കയറിയും കൊടുക്കും, പരാതി കൊടുക്കും. അവിടെ ഇവിടെ എല്ലാം ഇവന് ഇനിയുള്ള കാലത്ത് കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങാൻ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സിബി ശ്രദ്ധിച്ചു നോക്കും. ചിട്ടി കമ്പനികളിലെ അല്ലെങ്കിൽ ബാങ്കിലെ ഒരു തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് എങ്ങനെ പുറത്താവുന്നത്? പല ആൾക്കാർക്കും പോയിട്ട് പൈസ വിത്ഡ്രോ ചെയ്യാൻ നേരത്ത് കിട്ടാതെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരാളതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരുമ്പം എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് മാസ് പെറ്റീഷൻ വരും. അങ്ങനെയാണ് അപ്പോഴാണ് ഈ സംഭവം പൊളിയുന്നത് എല്ലാം. അപ്പം ആ രീതിയിലേക്ക് ഇവൻ പോകുമെന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം സിനിമകളൊക്കെ ഉണ്ടാവണമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഡൽട്സ് ഓൺലി എന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ ഫാമിലി ആയിട്ട് പോകത്തില്ലല്ലോ. കാണാൻ ഇഷ്ടമുള്ളവന് പോവാം. രാജ്യമായ ഞാൻ കാര്യം കേട്ടോ, സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ സിനിമകളൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിനെതിരെ ഒരു പരാതി 10-15 വർഷം അല്ല, അത് ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒക്കെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിലേക്ക് കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളുണ്ട്. ചില ആളുകൾ വിചാരിച്ചാൽ കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഇവിടെ ആവശ്യപ്പെടേണ്ടതായിട്ട്. ഒരു വനിതയായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി അല്ലേ പറഞ്ഞത്, പിന്നെ വസ്ത്രത്തിന് പുറത്തുകൂടെ മാറിടത്തിൽ പിടിച്ചാൽ ആ സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ട് കണക്കിലെടുക്കാൻ പറ്റത്തില്ല. അത് കേരളത്തിലല്ല, അതെ മുംബൈയില് പ്രതിയോട് പിന്നെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കോടതി. ഇത് എന്തോ ഇത് പിന്നെ നാട്ടുകൂട്ടോ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്ന ചില വിവരമില്ലാത്ത ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് പുഴുക്കുത്തുകളുണ്ട് എന്ന് സിറിയക് ജോസഫിന്റെ വിഷയം വന്ന സമയത്ത് ജവഹർലാൽ ഗുപ്ത പിന്നെ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാകുമ്പോൾ ഹൈക്കോടതിയിലെ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. ആ ജവഹർലാൽ ഗുപ്ത പറഞ്ഞ നീതിന്യായ സംവിധാനത്തിനകത്തെ പുഴുക്കുത്ത് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ദീപക് മിശ്രയുടെ പുസ്തകത്തിനകത്താണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ജഡ്ജിമാരുടെയൊക്കെ കോമൺ സെൻസ് ഇല്ലാത്തവരും ജുഡീഷ്യൽ പദവിയിൽ കൂടെ നീടരുത്. ആദ്യം വേണ്ടത് നിയമബോധവും കാര്യങ്ങളും മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഔചിത്യബോധവും കൂടെ. ഇതിനകത്ത് എല്ലാം കിതാബ് മാത്രം കാണാതെ പഠിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല വേണ്ടി. അതിനാണ് ഈ വിവേചനാധികാരവും വിവേചന ബുദ്ധിയും ഉണ്ടാവണം അവർക്ക്. വിവേചന അധികാരം അവർക്കുണ്ട്, വിവേചന ബുദ്ധി ഇല്ലാത്തവൻ വിവേചന അധികാരം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഇന്ത്യ ഈ ജുഡീഷ്യൽ സർവീസിനകത്തുള്ള ഇമാതിരി ആൾക്കാരെ ഇത് കോടതി അലക്ഷ്യമാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോടതിക്കകത്ത് തെറ്റുണ്ടെങ്കിൽ കോടതിയെ വിമർശിക്കണമെന്നേ. കോടതി വിമർശനത്തിന് അതീതരാണെന്ന് പറഞ്ഞ് കോടതി ലക്ഷ്യ കേസെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ബാക്കിയുള്ളതിനെ എല്ലാം വിമർശിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഭരണഘടനാ പ്രകാരം ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, പിന്നെ ലെജിസ്ലേറ്റർ, പിന്നെ മീഡിയ,
ഇതിന് നാലിനുമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. സമൂഹത്തിന്റെ 4ാം അധികാരത്തിനായിട്ട് മീഡിയ കാണുന്ന ബാക്കി അതിനേക്കാൾ പ്രയോറിറ്റി ഉണ്ട് ബാക്കിയുള്ളതിനൊക്കെ. അപ്പം ജുഡീഷ്യറി സംവിധാനത്തിനകത്തുള്ള ഒരു സാമാന്യ ബുദ്ധിയൊക്കെ ഉള്ളവർ അവരുടെ മനോനില പരിശോധിച്ചിട്ടൊക്കെ വേണം കൊണ്ടുവരാനെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗ് കൊടുക്കുക, വേണമെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കുക, 6 മാസം അവധി എടുത്ത് വീട്ടിലിരുന്നോളാൻ പറയാം. സമ്മർ വെക്കേഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ ഈ പറയുന്ന കക്ഷിയൊന്നും മാധ്യമത്തിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പരാതി കൊടുത്തിരിക്കുന്ന പരാതിക്കാരൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ പുള്ളിയുടെ നാഷണൽ സംഘടനയുടെ ദേശീയ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയോ ഏതാണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടെന്ന്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ആദ്യം 1ലും 2ലും പഠിക്കുമ്പോൾ ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ, അമർചിത്രകഥ എന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ 3ാം ക്ലാസ്സിലെത്തുമ്പോൾ അന്ന് ഈ സഖിവാരിക, പൗരധ്വനി, മനോരമ, മംഗളം, പിന്നെ അന്ന് സീരിയലില്ലാത്ത കാലമല്ലേ, പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾ, ജനനി ക്രൈം തുടങ്ങിയിട്ടുള്ള ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിങ്ങനെ വരുമായിരുന്നു. പ്രേമം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് എത്രയായിട്ട് മനസ്സിലാവാനായിട്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പയോടെ ചോദിക്കുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞ് പിന്നെ പ്രായമായി വരുമ്പോൾ പിന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തോന്നുന്നേയും പെണ്ണുങ്ങൾക്ക് തിരിച്ചു പോകുന്നൊരു ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. ഇത് കഴിയുമ്പോൾ നമ്മളൊരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലെത്തുമ്പം ഒന്ന് നൂൺ ഷോയുടെ കാലഘട്ടമാണ്. നൂൺ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നൂൺ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സിനിമകൾ വരെ വെക്കും. പക്ഷെ അന്ന് നൂൺ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റഗറിപ്പെട്ട സിനിമകൾ തന്നെ, എ സർട്ടിഫിക്കറ്റ് തുണ്ടുപടങ്ങൾ. അപ്പം അന്നൊക്കെ നമ്മൾ പിന്നെ പിള്ളേരെല്ലാം കൂടെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതിന് പോയിട്ട് ഞാൻ പോയിട്ടുണ്ട്. കാണേണ്ട സമയത്തൊക്കെ കാണണമെന്നുള്ളത് ഈ പണ്ട് തുണ്ടുപടം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകണമെങ്കിൽ ഇപ്പൊ എല്ലാം മൊബൈലിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് അറിയാം, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള 20ഓളം പോൺ സൈറ്റുകളുടെ ലിങ്ക് എടുത്താണ് ഈ മണ്ടം കൊടുത്തേക്കുന്നത്. അതെ, VPN ഉപയോഗിച്ച് പിന്നെ തുറന്നു. അത് അവനെതിരെ കേസ് വരും. അവനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. കാരണം അവൻ ഇന്ത്യയിൽ പിന്നെ നിരോധിച്ച സാധനം ബാൻ ചെയ്തത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാവർക്കും ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് തുറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവന് തുറന്നു എന്നുള്ളത് അവൻ തെളിയിക്കുന്ന ക്രൈമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അവനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന് എനിക്ക് തോന്നുന്നത് കേസ് വരും. അത് 2 തരത്തിൽ. അതിനകത്ത് രാജ്യദ്രോഹം വരെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന സാധനമാണ് അതിനകത്ത്. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമുണ്ട്. എന്തിനു വേണ്ടിയിട്ട് VPN ചേഞ്ച് ചെയ്തു? കാരണം VPN രാജ്യത്തിന്റെ നിയമം ലംഘിച്ചു. രാജ്യത്തിന്റെ നിയമം. കാരണം നമ്മൾ പ്രസന്റ് ആയിരിക്കുന്ന ഏതൊരു കൺട്രിയാണോ ആ കൺട്രിയുടെ VPN മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തെ ഒക്കെ ആയിരിക്കും വേണമെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വല്ല പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ നേരെ റോ ഇൻഫർമേഷൻ കൊടുക്കുക, NIA വന്ന് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കിട്ടുള്ളൂ. പിന്നെ ഇതേമാരത്തിലുള്ള സൈറ്റുകളായതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആയിരിക്കില്ല, മിക്കവാറും ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആവാനുള്ള സാധ്യത. അപ്പൊ എന്തായിരുന്നാലും പിന്നെ അല്ല, അത് ഭയങ്കര ബിസിനസ് മേഖലയാണ് ഈ സൈറ്റുകളൊക്കെ. അതൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വലിയ സംഖ്യ എമൗണ്ടാണ് കിട്ടുന്നത് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ. ഫേസ് റീഡിംഗ് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ ഇത് അഡിക്റ്റഡ് ആയിരിക്കും വേണമെങ്കിൽ ഈ പോൺ സൈറ്റുകൾക്കൊക്കെ. അല്ല, അതുകൊണ്ടായിരിക്കും ഇവൻ ഇത് കാണുന്നത്. ഇവൻ ഇതെല്ലാം ഇരുന്ന് തുറന്നു നോക്കുന്നുണ്ടാണല്ലോ ഇത് കണ്ടത്. അപ്പൊ ഇവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പൊട്ടനെ ഇതിരുന്ന് കണ്ടപ്പോഴേ ഇത് പോൺ സൈറ്റിനകത്താണല്ലോ വന്നേ. അപ്പോൾ ഇത് മറ്റേ സിനിമ കണ്ട് കാണത്തില്ല. കാരണം അവനൊരു കലാപരമായിട്ടുള്ള അഭിനിവേശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്നും ജേർണലിസത്തിൻ്റെ ABCD അറിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഇന്ന് പിന്നെ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു ഊളാണ്, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇവനിരുന്ന് രാവിലെ തൊട്ട് ഇരുന്ന് ഇങ്ങനെ ഈ പോൺ സൈറ്റ്സ് എല്ലാം ഇങ്ങനെ കയറി കമ്പിക്കഥ വായിക്കുന്ന പോലെയുള്ള രീതിയിൽ കമ്പിച്ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പം അവൻ കരുതി കാണുക ഇവർ ഇങ്ങനത്തെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടോ, സിനിമയ്ക്കകത്ത് രംഗമെന്ന് മനസ്സിലാക്കി കാണത്തില്ലായിരുന്നു. അപ്പം അവരിങ്ങനത്തെ പിന്നെ ഇതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ കരുതി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവൻ കേസ് കൊടുത്തത് അല്ലെങ്കിൽ പ്ലാനിങ് ആണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞു തന്നെ എനിക്ക് തിരിച്ചു വരിക. അതേപോലെ തന്നെ ഈ പമ്മന്റെ കഥകൾ, ബാക്കിയുള്ള GC കാരക്കൽ എന്ന് പറഞ്ഞ ആൾ കേരള ശബ്ദത്തിനകത്ത് പിന്നെ ഇത്തരം കമ്പിക്കഥകൾ എഴുതുമായിരുന്നു. ഇതൊക്കെ നമ്മളൊരു പ്രായത്തിൽ വായിച്ചിട്ടുണ്ട്. അതാ 15, 16, 17 വയസ്സിൽ വായിക്കാത്തവരും നമ്മൾ ഇഷ്ടംപോലെ അങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടിട്ടുമുണ്ട്. കാണാത്തവരുമാണ് ഈ 60 വയസ്സിലും 70 വയസ്സിലും ബസ്സിൽ കയറിയിട്ട് പിള്ളേരെ തോണ്ടാൻ പോകുന്നത്. ഇത് അനുഭവിച്ചറിയേണ്ട കാലത്തിലൂടെ കടന്നു പോകണം. ഇപ്പം നമുക്ക് അതിനോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല, അത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതേസമയം ഇതിനെയൊക്കെ കാണുമ്പോൾ ഒരു ക്ലാസ് പടമായിട്ടാണ് കണ്ടിട്ടുള്ളത് പാലേരി മാണിക്യം എന്നുള്ളത്. ഇപ്പോൾ ടൈറ്റാനിക് സിനിമ എൻ്റെ ഒരു അനുഭവമുണ്ട്. ടൈറ്റാനിക് സിനിമ ഞങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ CD കൊണ്ടുവന്നിട്ടിരുന്ന് കാണുക. അപ്പോൾ ഇവൻ്റെ ഒരു കുടുംബക്കാരനുണ്ട്. അവൻ വന്നപ്പോൾ ഇങ്ങനെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ടൈറ്റാനിക് സിനിമയ്ക്കകത്ത് ചെറിയൊരു രംഗം വരുന്നുണ്ടല്ലോ, DiCaprioയുടെയും കേറ്റ് വിൻസ്ലെറ്റിൻ്റെ കഥാപാത്രം തമ്മിൽ. ആ സമയത്ത് ഫ്രെയിമും ബ്ലൂ ആണ്. ഇവൻ ജനലിൽ കൂടെ കണ്ട് നോക്കി ഇപ്പം ഈ സീനാണ് കാണുന്നത്. ഇവരെല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു അവരവിടെ ബ്ലൂ ഫിലിം കൊണ്ടുവന്ന് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇമാതിരി പൊട്ടന്മാരുള്ള കാലത്ത് അതല്ല, ഇപ്പോഴും മലയാളികൾ KSRTC ബസ് കയറിയില്ല, പ്രൈവറ്റ് ബസ് കയറിയില്ല, ഒരു സ്ത്രീയും പുരുഷനും സഞ്ചരിക്കാത്ത ഒരു നാടാണ് കേരളം. അപ്പോൾ അവൻ്റെ മനസ്സ് എത്രത്തോളം വികലമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോൾ കയറിയാലും ഇരുന്നോട്ടെന്ന് ചോദിക്കും, ഞാൻ ഇരിക്കുന്നോട്ടെ സീറ്റ് ഉണ്ടെങ്കിൽ. പക്ഷേ പൊതുവെ ആൾക്കാർ ബസ് നിറഞ്ഞിരിക്കുമ്പോഴും ആ സീറ്റിനകത്ത് വേറെ ആരും ഇരിക്കത്തില്ല. ഇരിക്കുന്നത് എന്തോ പാതകം പോലെയും ഇരുത്തുന്നത് എന്തോ പാതകം പോലെയും കാണുന്നില്ല. പക്ഷേ നമ്മളിവിടുന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വിവരമില്ലാത്തവരെന്ന് പറയുന്ന ആന്ധ്രക്കാരും തമിഴന്മാരും ഒക്കെ ഇവിടെ ഇപ്പോഴാണ് രാത്രി യാത്രകളുള്ളൂ. അതും എറണാകുളത്തൊക്കെ ഉള്ളൂ അധികം.
ബാക്കി പിന്നെ സ്റ്റേറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി യാത്രകളുണ്ട്, സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്, ഒരു സീറ്റിൽ പിന്നെ ഒരു പരിചയമില്ലാത്ത ആണും പെണ്ണും ഒക്കെ ഒരുമിച്ചിരിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. നമ്മളവിടെയൊക്കെ വളരെ പുറകില്ല. നമ്മളെന്ന് വെച്ചാൽ ഒരുതരം പിന്നെ വൃത്തികെട്ട സദാചാര സങ്കല്പങ്ങളുണ്ട്. എന്തായാലും ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണി ചോദിച്ച് വാങ്ങി കാൽപാദത്തിന് മുകളിലേക്ക് സാരി പൊന്തുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് വികാരാധീനനാകുന്ന ആളുകളുടെ ഗണത്തിൽപ്പെടുത്താൻ അല്ല, അതായത് ഇവനൊക്കെ എന്താണെന്ന് അറിയോ, ഇവനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സീനുകൾ കാണുമ്പോൾ പൊട്ടിപ്പോകുന്ന ഒരു ബീജസംഭരണിയാണ് അവനെന്നുണ്ടെങ്കിൽ അവൻ്റെ വരി ഉടച്ചു വിടുകയാണ് വേണ്ടത്. അല്ലാതെ അത് അവൻ്റെ കുഴപ്പമാണ്, അല്ലാതെ ഇത് ഇവരുടെ കുഴപ്പമല്ലേ. കലയായിട്ട് കാണാൻ കഴിയണം. കല അതിൻ്റെ സണ്ണി ലിയോണൊക്കെ അങ്ങനെയൊക്കെ എന്തെല്ലാം. പക്ഷെ ഇവനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത വന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്, ശ്വേതാ മേനോനെതിരെ അമ്മ സംഘടനയ്ക്കകത്ത് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ ഈ എതിർപ്പുകളെ ഒക്കെ മറികടന്നുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ള ആക്ടർമാരും അതോടൊപ്പം തന്നെ വനിതകളായിട്ടുള്ള ആക്ട്രസുമാരും എല്ലാവരും ശ്വേതയ്ക്ക് വോട്ട് ചെയ്യാനും ഒരു പക്ഷേ ദേവൻ പിന്മാറാൻ വരെ സാധ്യത ഇതിനകത്ത് തെളിയുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നൊരു പ്രയോജനം ഇതാണ്, ശ്വേതാ മേനോൻ ഒരു പക്ഷേ അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കാം.